നിങ്ങളെ ഡോക്ടർ വിളിക്കുന്നു. വരും. ഞാൻ ചെയ്യാവുന്നതിന്റെ പരമാവധി ചെയ്തു കഴിഞ്ഞു. ഇനി എത്രയും പെട്ടെന്നൊരു മേജർ ഓപ്പറേഷൻ നടത്തണം. ഡോക്ടർ, ഈ ഓപ്പറേഷൻ മനസ്സിലായി. 1 ലക്ഷം രൂപയോളം ചെലവ് വരും. ജനറൽ ഹോസ്പിറ്റൽ സർജൻ നിങ്ങളുടെ കാര്യം എന്നോട് പറഞ്ഞിരുന്നു. എന്നാലും ഇതൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലല്ലേ, ഞങ്ങൾക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. കുറച്ച് ഡിസ്കൗണ്ട് ഞാൻ വാങ്ങിച്ചു തരാം. എൻ്റെ ഫീസും ഒഴിവാക്കാം. എന്നാൽ ഒരു 50,000-ഓളം രൂപ ചെലവ് വരും. തലച്ചോറിന് കാര്യമായ ക്ഷതം സംഭവിച്ചിട്ടുണ്ട്. ഇനിയും വൈകിയാൽ പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എത്രയും വേഗം ബില്ലടയ്ക്കാനുള്ള ഏർപ്പാടുണ്ടാക്കണം. സെക്രട്ടറി തിരുവനന്തപുരത്ത് പോയിരിക്കുക. ഉച്ച കഴിഞ്ഞേ മടങ്ങി വരൂ. വന്നിട്ട് എന്തെങ്കിലും പറയാൻ കഴിയൂ. കുട്ടി, ഞങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഈ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് മാത്രമായി ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. അതും ഒരു ദിവസം മുമ്പ് മാത്രം ഇവിടെ ചേർക്കപ്പെട്ട കുട്ടി അന്ന് തന്നെ രക്ഷകർത്താവിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അതിനുശേഷം സംഭവിച്ചതിന് എന്തായാലും സെക്രട്ടറി വരട്ടെ. പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇത് ഞങ്ങളുടെ നാട്ടിലുള്ളവർക്കേ കൊടുക്കാറുള്ളൂ. പിന്നെ അതിനൊരു മാറ്റം വരണമെങ്കിൽ കമ്മിറ്റി കൂടണം, അതിലിത് അവതരിപ്പിക്കണം, അവരത് പാസ്സാക്കണം. അതിന് കുറച്ച് സമയമെടുക്കും. സായം സന്ധ്യ വിരഹിണിയായി ഇരുളിൽ വീടുറങ്ങി. സായം സന്ധ്യ
വിരഹിണിയായി ഇരുളിൽ വീണുറങ്ങി ഇന്ദുമതി നീ മുകിലിൻ മാറിൽ എന്തിനു വദനം മറയ്ക്കുന്നു പാതിരാക്കുയിൽ പാടുന്നു പാരിജാതവും തേങ്ങുന്നു മലരിൻ ഹൃദയം തളരുന്നു ആദ്രമായ നിൻ നീലമിഴിയിൽ എന്തേ നീർത്തുളുമ്പി അപ്പോ എന്നാ പറ്റേ നിന്നെ പോലെ സുന്ദരിയായ കുട്ടി ഇങ്ങനെ ബുദ്ധിമുട്ടി പണിയുന്നത്? നിനക്ക് ഞാനൊരു നല്ല വീട് വാങ്ങിത്തരാം. നിന്റെ അനിയനെ നല്ല പള്ളുകുർത്തി വിട്ട് പഠിപ്പിക്കാം. എന്താ? നീ എന്നോട് കുറച്ച് അടുത്ത് പെരുമാറിയാ മതി. ഉടനെ ഇപ്പൊ നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ? കൈക്കൂലി വാങ്ങിച്ചു. എന്താ? എനിക്ക് അപ്പനൊരു ഓപ്പറേഷൻ. എനിക്ക് 50,000 രൂപ വേണം. പൈസ എത്ര വേണമെന്ന് തരാം. പക്ഷെ നീ അകത്തോട്ട് വാ. അപ്പനൊരു ഓപ്പറേഷൻ. എനിക്ക് 50,000 രൂപ വേണം. പൈസ തരാം. വാ. ഇപ്പോഴാണ് അവളും ഇവിടെ ഇല്ല. കരയാതെ കയറി വാ. പൈസ വേണോ? കാശ് വേണോ? വാ. വാ വാ കേറ്. കേറിക്കോ. അടച്ചേക്കാം.